ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കാമെന്ന്. അങ്ങനെ ഒരു ചായം കുടിച്ച് ഞാൻ ഇറങ്ങി. അപ്പം നോക്കുന്ന അവിടെ ചക്ക, പിന്നെ അത് കഴിക്കാതെ സമാധാനമില്ല. അങ്ങനെ അത് വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഇപ്പുറത്തെ നമുക്ക് കുറച്ച് ചാമ്പങ്ങ കിട്ടി, കുറച്ചേ ആത്തിയിൽ പിടിക്കും കേട്ടോ. ആകെ 4 ചാമ്പങ്ങ കിട്ടിയുള്ളൂ. അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുറ്റത്ത് ഇപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പോൾ മഴക്കാലത്തേക്ക് വിറക് ശേഖരിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇവിടെ വീണ് കിടക്കുകയാണ്. അതേപോലെ നല്ല പുല്ലും മുളച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ മഴ വന്നതുകൊണ്ട് നല്ലോണം പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയാൽ ഇത് വൃത്തിയാക്കാനുള്ള ഇതൊന്നും കിട്ടില്ലല്ലോ, ടൈമൊന്നും കിട്ടില്ല. സ്കൂളായി മദ്രസായി എന്നിങ്ങനെയായി. അങ്ങനെ ഞാൻ ഈ വെക്കേഷൻ ടൈമിലാണ് ക്ലീൻ ആക്കാറ്. അങ്ങനെ ഫുള്ള് മൊത്തം പുല്ലാണ് കേട്ടോ, ഇവിടെയൊക്കെ പുല്ലാണ്. ഇതൊക്കെ പഠിച്ച് കഴിയണം. അപ്പോൾ കുറച്ച് വെയിലേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മൊത്തം പറിക്കുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ അടിക്കുന്നു, പറിക്കുന്നു, എന്നിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ഈ ഗാർഡൻ കാണിക്കാം. ഇത് മാത്രമായാലും ഒരു ബോറടി ഉണ്ടാവല്ലോ, അതുകൊണ്ട് എൻ്റെ ഗാർഡൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ. ഇതിൽ കുറേ കളർ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് 4 മണിപ്പൂ എന്നാണ്. നമ്മൾ കാസർഗോഡുകാർ ഇതിനെ വിളിക്കുക അസർപ്പൂ എന്നാണ്. അസറിന്ന് വിരിയുന്ന പൂവായതുകൊണ്ട്. പിന്നെ ഇവിടെ വള്ളിച്ചെടികളും അതേപോലെ പൂവൊക്കെ പിടിക്കുന്ന കളർ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഞാൻ ആ ഓടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരോ കളറും ഓരോരോ ഫ്ലവർ പിടിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു താമരൻ്റെ കുളമാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ തന്നെ ഇതേപോലാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയൊരു ചെടിയാണ്. അപ്പോൾ അത് വലുതാകുമ്പോൾ അങ്ങ് കട്ടാക്കി കൊടുക്കും. പിന്നെ ഇവിടെയുള്ള കുറേ തരമുണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേരൊക്കെ എനിക്കറിയാം. പിന്നെ പേര് അറിയണത്തില്ലല്ലോ ചെടി നടാൻ. ഇതും ഞാൻ അതേപോലെ ഒന്ന് ആക്കിയെടുത്ത ഒരു ചെടിയാണ്, കല്ലൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെയും കുറേ ചെടിച്ചട്ടിലൊക്കെ ഉണ്ട്. ഈ ഒരു കുളം കണ്ടോ, ഇതിൽ താമര മീനൊക്കെ ഇടാൻ വേണ്ടി നമ്മളാക്കിയൊരു കുളമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. മീനുമില്ലൊരു മണ്ണങ്ങട്ടും ഇല്ല. അതേപോലെ ഈ ഒരു ചെടി കണ്ടോ, ഇതിൽ ആ ഇടവിട്ട സ്ഥലത്തൊക്കെ മുമ്പ് ചെടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഈ അവസ്ഥയിലാണെല്ലാം. അപ്പോൾ അങ്ങനത്തെ ചൂടാണിപ്പോൾ. അതേപോലെ ഞാൻ അടിക്കൽ പണിയുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തീ കത്തിക്കാൻ പോകണം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നത് വെറും ഒരു ഷോ മാത്രമാണ്. കാരണം എനിക്ക് തീ കത്തിക്കാൻ അറിയില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മ വന്ന് തീ കത്തിച്ച് തന്നു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു പച്ചമുളക് പറിക്കാൻ. ഞങ്ങൾ വീട്ടിൽ കുറച്ച് ഇതൊക്കെ ചെയ്യാറുണ്ട്, വെജിറ്റബിളിൻ്റെ കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു ചെടിയിൽ അത്യാവശ്യം പച്ചമുളകൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പാകം ഇത് നോക്കിയിട്ട് ഞാൻ ഒന്ന് പറിക്കാൻ പാകം ഇത് നോക്കിയിട്ട്. ഇതാണ് ഞാൻ അടിച്ച മുറ്റം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്